ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് കുറച്ച് ഐഡിയാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മെറ്റലിൻ്റെ ഒരു എയർ ബോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ട്രൈ കളർ റിബൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് സൂചി കൊണ്ട് കോർത്തെടുക്കുക. അതിന് മൊത്തമായി കോർത്തെടുത്തതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് വൈറ്റ് കളറാണ് എടുക്കുന്നത്. അതിനുശേഷം ഗ്രീൻ കളറാണ് എടുക്കുന്നത്. ഇത് 1 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 25 ഇഞ്ച് നീളമാണ് ഉള്ളത്. അതിനെല്ലാം കോർത്തെടുത്തതിന് ശേഷം നല്ല ഫിറ്റായിട്ട് തന്നെ അതിൽ കോർത്ത് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ഹെയർ ബോൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ പേൾമുത്തുകളെ ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ഫിറ്റായിട്ട് വരുന്ന രീതിയിൽ അടുപ്പിച്ചാണ് കോർത്തെടുക്കുന്നത് കേട്ടോ. രണ്ടും ഒരേ ലെവൽ നോക്കിയിട്ട് മാക്സിമം മുത്തുകളെ അതിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 മുത്തുകൾ കൂടി ഇനി ആവശ്യമായിട്ടുള്ളൂ. അതിലേക്ക് അങ്ങനെ കോർത്തെടുത്ത് നല്ല ഫിറ്റായിട്ട് തന്നെ യോജിപ്പിച്ച് നിർത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. 2 റിബൺ പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ സെയിം അളവാണ് എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വൈറ്റ് കളർ കൂടി നമുക്ക് ഇതുപോലെ തന്നെ മടക്കി എടുത്തതിന് ശേഷം അതിലേക്കൊന്ന് തുന്നി പിടിപ്പിക്കുക കേട്ടോ. ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കാൻ മറക്കരുതേ. ഇതുപോലെയുള്ള ഐഡിയാസ് എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. ഫൈനലായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അതൊരു ബട്ടർഫ്ലൈൻ്റെ ലുക്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനെ നല്ല വൃത്തിയായിട്ട് ഒന്ന് തുന്നിയെടുക്കുക. അടുത്തതായിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ കളറിലുള്ള റിബണാണ് എടുക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് 2 ഞൊറിവുകളാക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ആ ഒരു ഞൊറിവുകളെ കിട്ടും. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം ബട്ടർഫ്ലൈൻ്റെ അടിയിലേക്കാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ട്രൈ കളറ് 3 റിബൺ പീസുകളാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം വൈറ്റ് കളറും ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഗ്രീൻ കളർ എടുത്ത് അതിൻ്റെ ബാക്കിലൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു റിബണെ മൊത്തമായിട്ടൊന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് തുന്നിയെടുക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊന്ന് തുന്നിയെടുക്കുക. ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു പെറ്റൽസ് പോലെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അതിനെ ഒന്ന് വെച്ച് കൊടുക്കുക. 6.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഇതുപോലത്തെ ഒരു റിബണാണ് എടുക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഫൈനലായിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കിടിലൻ ഐഡിയ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് വളച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ റിബൺസിനെ അതിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കമ്പി കൊണ്ട് തന്നെയാണ് ഈ റിബണിനെ കോർത്തെടുക്കുന്നത്. 1 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 20 ഇഞ്ച് നീളമുള്ള റിബണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളർ കോർത്തെടുത്തതിന് ശേഷം വൈറ്റ് കളറിനെ കൂടി കോർത്തെടുക്കുക. അതിനുശേഷം ഗ്രീൻ കളറിനെ കൂടി ഒന്ന് വൃത്തിയായിട്ട് കോർത്തെടുക്കുക. ഫൈനലായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് കമ്പിയെ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാം. ഇതിലുള്ള ആ ഒരു കമ്പി ഉണ്ടല്ലോ, ആ ഒരു കമ്പീനെ വളച്ചെടുത്തിട്ടുള്ള കമ്പിയിലേക്ക് ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ച് കൊണ്ടൊന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഗോൾഡൻ കളറിലുള്ള മുത്ത് ഫസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3 പേൾ മുത്തുകളെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഗോൾഡൻ കളറിലുള്ള ഒരു മുത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാം പേൾ മുത്തുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അവസാനമായിട്ട് ആ ഒരു എൻഡ് ഭാഗത്തു കൂടി നേരത്തെ ചെയ്തതുപോലെ തന്നെ മുത്തുകളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇയറിങ്സ് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു കമ്പിയാണ് എടുക്കുന്നത്.
കമ്പിയിലേക്ക് മൊത്തമായിട്ട് പേൾമുത്തുകളെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ 10 മുത്തുകളെയാണ് ഇതിലേക്ക് കോർത്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഹെയർ ബോ നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, ആ ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ഒരു റിബണെ നൂലിൽ ഇങ്ങനെ കോർത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ കൂടി നമ്മുടെ മുത്തിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഇയറിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം. ഫസ്റ്റായിട്ട് ഇതുപോലെ ഒരു ഓറഞ്ച് കളറിലുള്ള റിബൺ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ വീതി 1 ഇഞ്ചും അതുപോലെ തന്നെ നീളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നല്ല ഫ്ലവറിൻ്റെ രൂപത്തിൽ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു വൈറ്റ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വൈറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഓറഞ്ച് കളറിലുള്ള ഈ ഒരു ഫ്ലവറിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊരു ബട്ടണാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലൊരു ബണ്ണ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കിടിലൻ വീഡിയോയുമായിട്ട് വരാം. താങ്ക്